പല കാരണങ്ങൾ കൊണ്ട് മനസ്സിനൊരു സന്തോഷമില്ലായിരുന്നു, ആകെ ഒരു വിഷമം. അപ്പം അതുപോലെ ഞാൻ ജോലിക്ക് പോയി, പല രോഗികളെ കണ്ടു, പലർക്കും മരുന്നെഴുതി കൊടുത്തു. അങ്ങനെ ഇരിക്കുമ്പോൾ ദൂരേന്ന് ഒരു അമ്മയച്ഛൻ നടന്നു വരുന്നു. 60 വയസ്സിന് മുകളിൽ പ്രായമുണ്ട്, നടക്കാൻ കുറച്ച് വൈകല്യമുള്ള മകൾ അവരോടൊപ്പം ഉണ്ട്. നടന്നു വന്ന് അടുത്തിരിക്കുന്നു. സംസാരിച്ചപ്പോൾ കുട്ടിക്ക് ഓട്ടിസം ഉണ്ട്. വളരെ സന്തോഷത്തോടെ നിൽക്കുന്ന അമ്മ അച്ഛൻ മകൾക്ക് എന്താ അസുഖമെന്ന് ചോദിച്ചപ്പോൾ പനി ചുമയാണ്, കുറച്ച് ദിവസമായിട്ട് മാറുന്നില്ല. അങ്ങനെ അത് കഴിഞ്ഞു. ഞാൻ ജോലിയൊക്കെ കഴിഞ്ഞ ശേഷം ഒരു സുഹൃത്തിനെ പരിചയപ്പെടുന്നു. അദ്ദേഹം വളരെ സാമ്പത്തികമായി മുന്നോട്ട് നിൽക്കുന്ന ഒരു കുടുംബത്തിൽ നിന്നാണ്. പക്ഷേ അടുത്ത് അദ്ദേഹം ഡിവേഴ്സിലൂടെ കടന്നുപോയി. ഇതെല്ലാം സംസാരിച്ച് ചായ കുടിച്ച് കഴിയുന്ന സമയത്ത് അദ്ദേഹം എന്നോട് പറഞ്ഞു, ഒരു കാര്യം കൂടെ പറയാനുണ്ട്, എനിക്ക് ലൂക്കീമിയാണ്. എങ്ങനെ പ്രതികരിക്കണമെന്ന് എനിക്കറിയില്ല. കാരണം ഒരു ആശുപത്രിയിൽ ഒരു രോഗി വന്നിരുന്നല്ല എൻ്റെ അടുത്ത് പറയുന്നത്, ഒരു സുഹൃത്താണ് എൻ്റെ അടുത്ത് പറയുന്നത്. അദ്ദേഹം അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ചിന്തിക്കുകയായിരുന്നു, നമ്മളുടെയൊക്കെ വിഷമം എന്താണ്? ഒരു വിഷമവും ഇല്ല അല്ലേ? അതൊക്കെ എത്ര നിസ്സാരമാണ്. ഒരു വൈകല്യവും ഓട്ടിസവുമുള്ള കുട്ടി, ക്യാൻസറിലൂടെ കടന്നു പോകുന്ന ഒരു സുഹൃത്ത്, അവരുടെയൊക്കെ അസുഖങ്ങൾ വെച്ച് നോക്കുമ്പോൾ നമ്മുടെയൊക്കെ വിഷമം എന്താണ്? ഒന്നുമില്ല, എത്ര നിസ്സാരമാണ്. നമുക്കൊരു വിഷമം വരുമ്പോൾ നമ്മൾ റീൽസുകൾ കാണും അല്ലേ? ചിലപ്പോൾ അതൊന്നും കണ്ടാൽ പോലും ഒരു ആശ്വാസം കിട്ടില്ല. ലോകത്തേക്ക് ഇറങ്ങി പോവുക, ആളുകളിലേക്ക് ഇറങ്ങിച്ചെല്ലുക, അവരുടെ വിഷമങ്ങളും സന്തോഷങ്ങളുമൊക്കെ കാണുമ്പോൾ അവരുടെ അതികഠിനമായ എത്ര സിറ്റുവേഷനിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. അവരുടെ വിഷമം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മുടെ ഒന്നും വിഷമം ഒന്നുമല്ല എന്ന്. നമ്മളുടെ മുന്നിൽ തന്നെ പ്രകൃതി അതിനുള്ള ഉത്തരം, നമുക്കുള്ള വിഷമത്തിൻ്റെ ഉത്തരം കരുതി വച്ചിട്ടുണ്ട്. നമ്മൾ പ്രകൃതിയിലേക്ക് ഇറങ്ങിച്ചെന്ന്, ലോകത്തിലേക്ക് ഇറങ്ങിച്ചെന്നാൽ നമ്മൾ തേടുന്ന ഉത്തരം നമുക്ക് കിട്ടും. എത്ര വിഷമഘട്ടത്തിലൂടെ പോയാലും നമുക്ക് തോന്നാം, ദൈവമേ എന്താണ് ഇങ്ങനൊരു വിഷമം, ഇത് മാറില്ലേ എന്ന്. പക്ഷെ മാറും. ഒന്ന് നന്നായി ഉറങ്ങി രാവിലെ കണ്ണുകൾ തുറന്നാൽ മാറുന്ന വിഷമമേ നമുക്കുള്ളൂ. പക്ഷേ ഈ നിമിഷം എനിക്ക് തോന്നാം ഇത് വലിയ വിഷമമാണ്. ഒരിക്കലും ഒരു മോശമായ തീരുമാനമൊന്നും എടുക്കാതെ സമാധാനത്തോടെ ഉറങ്ങി എഴുന്നേൽക്കുക. മറ്റുള്ളവരുടെ വിഷമങ്ങളിലേക്കൊന്ന് തുറന്നു നോക്കുക. നല്ലൊരു നാളെ ഉണ്ടെന്ന് വിശ്വസിക്കുക.